ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല. നമ്മളൊരു സർവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ എല്ലാ സർവറിനും കൂടെ ഒരു മല്ലു സർവറായിട്ട് നമ്മളൊരു DC ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ 4 സർവറുണ്ട്. 1 2 3 4 ഈ 4 സർവറിലുള്ള മലയാളീസിനെ എല്ലാം ഈ ഒരു ഒറ്റ DC സർവറിലോട്ട് കൊണ്ടുവരാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മസ്റ്റായിട്ട് ആ ഒരു സർവറിൽ ജോയിൻ ആവണം. ജോയിൻ ആയിട്ട് അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ ഞാനിപ്പം ആ സർവറിലോട്ട് പോകാൻ നേരത്ത് കാണിച്ചു തരുന്നതാണ്. പിന്നെ ഈ സർവർ ഉണ്ടാക്കിയതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമ്മളെ സർവർ 1 ആയാലും 2 ആയാലും 3 ആയാലും 4 ആയാലും കുറേ ഫാമിലി ഉണ്ട്. ആ ഫാമിലി എല്ലാം അതിൽ വരണം. ആ മല്ലു സർവറിൽ വരണം. അങ്ങനെ അതിൻ്റെ അകത്ത് സെപ്പറേറ്റ് പേജ് വരും. സർവർ 1ൽ ഇത്ര ഫാമിലി ഉണ്ട്, സർവർ 2ൽ ഇത്ര ഫാമിലി, 3ൽ ഇത്ര ഫാമിലി, 4ൽ ഇത്ര ഫാമിലി, അതേപോലെ വരും. പിന്നെ അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളായാലും എല്ലാ സർവറിനും വെച്ചാൽ എല്ലാ മലയാളീസും അറിയണം. ആ ഒരു എല്ലാം കൂടെ കൊണ്ടാണ് നമ്മൾ എന്തരായാലും വാറായാലും എന്തരായാലും ഒരു സന്തോഷമായാലും സങ്കടമായാലും കല്യാണമായാലും എന്തരായാലും എല്ലാ സർവറും അറിയണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സർവർ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ സർവറിനും 4 സർവറിനും ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഇനി അടുത്ത സർവർ ആഡ് ചെയ്താൽ നമ്മൾ 5ാം സർവറെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആഡാക്കുന്നതാണ്. ബാക്കി കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ നമ്മൾ പേജിലോട്ട് പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു തരാം. നമുക്കിനി നേരെ ആ DC പേജിലോട്ട് പോവാം. അപ്പോൾ മച്ചാന്മാരെ, ഇതാണ് നമ്മളെ സർവർ. നമ്മളെ എല്ലാ മലയാളീസും വരാനുള്ളൊരു സർവറാണിത്. അപ്പം ഇതിലിപ്പം തന്നെ 50 പേരായിട്ടുണ്ട്. നമ്മളെ സർവർ 1ലും കുറച്ച് പേര് കയറിയിട്ടുണ്ട്, അതേപോലെ 2ലും കയറിയിട്ടുണ്ട്. ബാക്കിയുള്ള സർവറൊന്നും വന്നിട്ടില്ല. വരാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പം ഇതിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ കയറാൻ നേരത്ത് തന്നെ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇനി ഇതിൽ റൂൾസ് ആഡ് ചെയ്യും. ആ റൂൾസ് ഫോളോ ചെയ്ത് പോകണം. ഇപ്പോൾ ഫസ്റ്റ് റൂൾസായിട്ട് കൊടുത്തിരിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് മെയിൻ ആൾക്കാരുണ്ട്. ആ മെയിൻ ആൾക്കാരാണ് റൂൾസ് ഇട്ടിരിക്കുന്നത്. പിന്നെ അല്ലാതെ തന്നെ അഡ്മിൻ, ഈ സർവറിൻ്റെ തന്നെ അഡ്മിനുണ്ട്. ആ അഡ്മിൻ തന്നെ റിയൽ അഡ്മിൻ ആയിരിക്കും. നമ്മളെ ഗെയിമിൻ്റെ അകത്തും അഡ്മിൻ ആയിരിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കണമെന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ. നിങ്ങൾ ഏത് സർവറാണെന്ന് അറിയാൻ വേണ്ടി, നിങ്ങൾ ഏത് ഫാമിലിയാണെന്ന് അറിയാൻ വേണ്ടി വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കുക. ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നേരെ നമ്മളെ വെരിഫിക്കേഷൻ പേജിലോട്ട് പോകും. ഇവിടെ നിന്നാണ് ബാക്കി കാര്യങ്ങളും വെരിഫിക്കേഷൻ അപ്രൂവ് ആയ നേരെ റൂൾ ഇട്ട് തരണതും ആ സർവർ ആഡ് ചെയ്യണതും. സർവറല്ല, നമ്മളെ ഗ്യാങ്ങിൻ്റെ പേര്. ഇപ്പം നിങ്ങളിപ്പം ഫസ്റ്റ് സർവറിൽ TV ആണെങ്കിലും TV എന്ന് പറഞ്ഞാൽ സർവർ 1ലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളൊരു വെരിഫിക്കേഷൻ വെച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ സിറ്റിസൺ ആയാലും ഗ്യാങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഗ്യാങ് ഇല്ലെന്ന് പറഞ്ഞ് കൊടുത്താലും മതി. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ റിയൽ ഏജ് അല്ല, റിയൽ നെയിം ഫസ്റ്റ് കൊടുക്കണം. പിന്നെ നിങ്ങളെ റിയൽ ഏജ്, പിന്നെ സിറ്റിസൺ ഓർ ഗ്യാങ് നെയിം കൊടുക്കണം. പിന്നെ ഗ്യാങ്ങിൻ്റെ പൊസിഷൻ, അതേപോലെ തന്നെ നിങ്ങളെ സർവറിൻ്റെ അകത്തുള്ള, നിങ്ങളെ ഗെയിമിൻ്റെ അകത്തുള്ള പേര്, പിന്നെ നിങ്ങളെ സർവർ ഏത്, ഇത്ര കൊടുക്കാൻ നേരത്ത് കറക്റ്റ് ഇത് ഫസ്റ്റ് കൊടുത്തിരിക്കണം അതേപോലെ കൊടുക്കുക. അല്ലെങ്കിൽ തെറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ തെറ്റ് വീഴും. ശരിയാണെങ്കിൽ അപ്രൂവ് ആക്കുക, ഇവിടെ പോലെ ടിക്ക് വീഴും. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഈ സർവർ കയറാനത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അപ്പം ഇവിടെ അപ്രൂവ് ആക്കും. അപ്പോൾ ഇത് അപ്രൂവ് ആക്കേണ്ട വേറൊരു കാര്യമെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ സർവർ 1ലെ TV വരെ ലീഡറാണ്. ലീഡർ വന്ന് കയറി അപ്രൂവ് ആക്കിയിട്ട് നേരെ എനിക്കോർ ഈ ഒരു സർവർ ഉണ്ടാക്കിയിരിക്കണ 2 പേരുണ്ട്. ആ 2 പേർക്ക് മെസ്സേജ് അയച്ചാൽ സർവർ 1ലെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ആഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ മിക്സായിട്ടാണ് കിടക്കണം. ഗ്യാങ് മിക്സായിട്ടാണ് കിടക്കണം. ഇവിടെ ഗ്യാങ് ഇനി 1 2 3 4 അതേപോലെ എല്ലാ ഗ്യാങ്ങും ഓരോ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഗ്യാങ്ങും മിക്സായിട്ടാണ് കിടക്കണത്. അപ്പം ഫുള്ളായിട്ടൊന്ന് എഡിറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടതിന് ശേഷം എഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പം ചെയ്യണമെന്ന് വെച്ചാൽ ലീഡർ, ഇപ്പം സർവർ 1ൽ ഏത് ഫാമിലി ആയിക്കോട്ടെ, ലീഡറോ കോ ലീഡർ വന്ന് നിങ്ങളിവിടെ വെരിഫിക്കേഷൻ ചെയ്തിട്ട് ബാക്കിയുള്ള മെമ്പേഴ്സിനും നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് ഇതേ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടാലും മതി, കണ്ടു പറഞ്ഞവരായാലും
ഇതേപോലെ ചെയ്തിട്ട് നിങ്ങളെ ഗ്യാങ്ങിൻ്റെ പേര് കൊടുത്തിട്ട് ഇപ്പം നിങ്ങളെൻ്റെ മെമ്പറായിട്ട് നിങ്ങൾ അവിടുത്തെ ലീഡർ അല്ലെങ്കിലും ലീഡറിനെ അയച്ചു കൊടുത്തിട്ട് ഈ ഒരു കാര്യം ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്നാൽ മാത്രമേ ഇവിടെ TV ആയാലും ഏതൊരു ഫാമിലി ആയാലും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സർവറിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. അതെന്ന് വെച്ചാൽ കയറാന്ത് വെൽക്കം ഉണ്ട്, അതേപോലെ തന്നെ ഈ സർവറിൻ്റെ ലിങ്കും അല്ലാതെ ഗ്രാൻഡ് മൊബൈലിൻ്റെ ലിങ്കുണ്ട്, ബാക്കിയുള്ള ലിങ്ക് എല്ലാം ഇതിൻ്റെ അകത്ത് ഇടുന്നതാണ്. അപ്പം പിന്നെ സർവറിൻ്റെ ബൂസ്റ്ററുണ്ട്, അതും ആഡാക്കുന്നതാണ്. പിന്നെ സർവർ ലോഗോ, ഇതാണ് നമ്മളെ സർവറിൻ്റെ ലോഗോ കുറച്ചും കൂടെ ഒന്ന് ഫിനിഷ് ആവുന്നുണ്ട്. പിന്നെ സർവറിൻ്റെ ടാഗ്, ഈ സർവർ ടാഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഇവിടെ BLR എന്ന് എഴുതും, സൈഡിൽ കാണിച്ചുതരാം ഗൈസ്. ഇവിടെ BLR എന്ന് കിടക്കണണ്ട, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോർക്ക് സർവർ ടാഗ് കാണും. ഇല്ലെങ്കിലും എൻ്റെ അടുത്തോട് വന്ന് പറഞ്ഞാൽ മതി, ഞാനിവിടെ ഇടുന്നതാണ്. ഇപ്പം ഫസ്റ്റ് ഇട്ടിരിക്കണമെന്ന് വെച്ചാൽ KVയുടെ ടാഗ്, അതേപോലെ TVയുടെ ടാഗ്, പിന്നെ ബെല്ലാരിയുടെ ടാഗ് ഇവിടെ ഇടും. അത് നിങ്ങൾ ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും തേർഡ് ആയാലും ഫോർത്തിലുള്ള ബെല്ലാരി ആയാലും അത് ഉപയോഗിക്കുക. പിന്നെ അങ്ങനത്തെ ടാഗുകളെല്ലാം ഇവിടെ ഇടുന്നതാണ്. പിന്നെ ഇത് വെരിഫിക്കേഷൻ ID, അതേപോലെ തന്നെ നമ്മളെ റൂൾസ്, ഇൻ ഗെയിമിലെ റൂൾസ് എല്ലാം ആഡാക്കുന്നതാണ്, അത് ഉടനെ ആഡാക്കുന്നതാണ്. പിന്നെ സർവറിൻ്റെ സ്റ്റാറ്റസ് അത് ആഡാക്കുന്നതാണ്. പിന്നെ ന്യൂസ് അതെല്ലാം ഇനി ആഡാക്കും. നമ്മൾ ഓരോ സർവറിൻ്റെ റൂംസ് ആഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ 4 സർവറിനുള്ള 4 റൂംസും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ഗെയിമിനെ അറിഞ്ഞുകൂടാത്തവർ കയറപ്പം അത് ഡൗൺലോഡ് ചെയ്യാനുള്ള നമ്മളെ മൊബൈലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ PC-യിലുള്ളവർക്കും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറൽ ട്യൂട്ടോറിയൽ ഇപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോസാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിലും ഉണ്ടെങ്കിലും ഈ ലിങ്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അല്ലാതെ തന്നെ ഗ്യാങ് ഇതെങ്ങനെയാണ് കളിക്കാനുള്ള അതിൻ്റെ ട്യൂട്ടോറിയൽ, അല്ലാതെ തന്നെ ഇതിൻ്റെ രണ്ട് വീഡിയോ ഉടനെ ആഡാക്കുന്നതാണ്, ഞാൻ തന്നെ ആഡാക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഉണ്ടെങ്കിലും എനിക്ക് അയച്ചു തന്നാൽ ഞാനിവിടെ ആഡാക്കുന്നതാണ്. പിന്നെ DC-യിലെ റൂൾസ്, അങ്ങനെ കുറച്ച് റൂൾസ് എല്ലാം ആഡാക്കുന്നതാണ്, അതൊന്നും ആഡാക്കിയിട്ടില്ല. അതേപോലെ തന്നെ അഡ്മിൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗെയിമിനെ കുറിച്ച് സപ്പോർട്ട് വേണമെങ്കിലും ഇതിൻ്റെ അഡ്മിൻ നമ്മളെ സർവർ 2-ൽ അഡ്മിൻ ആയിരിക്കും. അതേപോലെ തന്നെ സർവർ 1-ൽ അഡ്മിൻ ആയാലും വന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പം 1 ആയാലും 2 ആയാലും 3 ആയാലും 4 ആയാലും മലയാളീസ് അഡ്മിൻസ് ഉണ്ടെങ്കിലും പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞാൽ ആഡാക്കുന്നതാണ്. അപ്പോൾ അഡ്മിൻ്റെ സപ്പോർട്ട് ഈ VC-യിൽ കാണും. അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ സർവർ 4 സർവറിലും ചാറ്റ് ഇതിലായിരിക്കും പറഞ്ഞത്. ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും എല്ലാ 4 സർവറിലും ആൾക്കാർ ഇതിലാണ് ഒന്ന് ചാറ്റ് ചെയ്യാനുള്ള, അതേപോലെ തന്നെ 4 സർവറിലെ ആൾക്കാർ ഇതിലാണ് നിൽക്കാനുള്ളത്. പിന്നെ എന്തൊരു ഇവൻറ്റ്സ് ഉണ്ടായാലും സർവർ 1 ആയാലും 2 ആയാലും 3 ആയാലും 4 ആയാലും ഇവൻറ്റ്സ് ഉള്ളതും ഇവിടെ വന്ന് പറഞ്ഞാൽ മതി, ഇവിടെ ഇട്ടാൽ മതി, കാണുന്നതാണ്. അതേപോലെ തന്നെ ഇനി പറഞ്ഞതാണ് ഗ്യാങ് എന്ന് വെച്ചാൽ ഇന്ന് ഗ്യാങ് ഇവിടെ മാറ്റുന്നതാണ്. ഇപ്പോൾ എല്ലാം മിക്സായാണ് കിടക്കണത്. കുറച്ചുകൂടെ കഴിഞ്ഞ് ഒന്നും കൂടെ ഗ്യാങ് 1, 2, 3, 4 4 ഗ്യാങ്ങിലും ഇപ്പം ഇതെല്ലാം മിക്സായിട്ടാണ് കിടക്കണത്. 4 ഗ്യാങ്ങും അവിടെ ആഡാക്കുന്നതാണ്. പിന്നെ ഓരോ സർവറിനും ഓരോ സെപ്പറേറ്റ് ആഡാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പം സർവർ 1-ൽ ജനറൽ VC, വാർ VC, AFK, അഡ്മിൻ VC ഇതിൽ എല്ലാം ഉണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു സിറ്റുവേഷൻ വന്നാലും പെട്ടെന്ന് സർവർ 1-ലെ സിറ്റുവേഷൻ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓപ്പൺ ആവുന്നതാണ്. നേരെ ഇതിൽ കയറുക, സംസാരിക്കുക, മെസ്സേജ് ഇടുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ബോട്ടാണ് കൈകാര്യം ചെയ്യണം. ഇതിലായാലും മെസ്സേജ് തെറി വിളി അലോഡല്ല, തെറി വിളിക്കാൻ പാടില്ല. തെറി വിളിച്ചാൽ ടൈം ഔട്ട് കിട്ടും. അത് ഞാൻ പ്രത്യേകം പറയാണ്. നമ്മളല്ല കൈകാര്യം ചെയ്യണത്. ഒരു 4-5 ബോട്ടിനെ ഈ സർവറിൽ ആഡാക്കി വെച്ചിട്ടുണ്ട്. ആ ബോട്ട് അപ്പോഴേ സ്പോട്ടിൽ കിക്കാക്കുന്നതാണ്. തെറി വിളി ഒന്നും പാടില്ല. തെറി വിളിക്കാനുള്ള ഒരു പേജെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു വാർ VC-യുടെ അകത്ത്
നിങ്ങൾക്ക് തെറി വിളിക്കാം. ആവശ്യത്തിന് തെറി വിളിക്കാം. എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് വാറ കിടക്കാത്ത നിങ്ങൾക്ക് എന്തായാലും തെറി വിളിക്കേണ്ടി വരും. അപ്പോൾ അതിന് അനാവശ്യമായി തെറി വിളിച്ചാൽ നിങ്ങളെ കിക്കാക്കുന്നതാണ്. കിക്കല്ല, ടൈം ഔട്ട് വരും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ടൈം ഔട്ട് വരും. അതേപോലെ അല്ല ഈ ഒരു ജനറൽ ചാറ്റ് ചെയ്യണത്. അപ്പം തന്നെ നിങ്ങൾക്ക് ടൈം ഔട്ട് വരും. ഇപ്പോൾ 4 സർവറിലുണ്ട്. പിന്നെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് പണിഷ്മെൻറ്റ് റൂൾസ് റിപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഗാലറി ഉണ്ട്, ട്രോൾസ് ഉണ്ട്, പിന്നെ സെൽഫ് പ്രൊമോഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊമോഷൻ ചെയ്യാം. നിങ്ങളെ യൂട്യൂബിലെ വീഡിയോ ആയാലും നിങ്ങളെ ഇട്ട ഉടനെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടാൽ എല്ലാവരും കാണുന്നതാണ്. ആ ഒരു പ്രൊമോഷൻ നിങ്ങൾക്ക് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീ ഏരിയ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ കുറച്ച് ഗെയിംസ് കൊടുത്തിട്ടുണ്ട്. ആ ഗെയിംസ് കളിക്കാം. പിന്നെ വേറെ ഒന്നുമില്ല. വേറെ പാട്ട് കേൾക്കാം. ഗൈസ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ 4 സർവറിലെ ആൾക്കാർ വരണം. ഫസ്റ്റായിട്ട് ജോയിനും ചെയ്യണം. അതേപോലെ തന്നെ വെരിഫിക്കേഷൻ ചെയ്യണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ലീഡർ, നിങ്ങളിപ്പം നിങ്ങൾ ആ ഒരു ഫാമിലിയുടെ മെമ്പറായാലും ആരായാലും, മെമ്പറായാലും കോ ലീഡറായാലും നിങ്ങൾ മാക്സിമം ലീഡറിൻ്റെ അടുത്ത് എത്തിക്കാൻ, ആ ഒരു ഫാമിലിയുടെ മെയിൻ ആൾക്കാരടുത്ത് എത്തിക്കാൻ നോക്കണം. എത്തിച്ചിട്ട് ആ ഒരു ഫാമിലി ഇതിൻ്റെ അകത്ത് ഈ ഒരു ഗ്യാങ് മാറ്റും. ഗ്യാങ് 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ ആക്കും. അപ്പം ഇതേപോലെ തന്നെ TV, ബെല്ലാരിയുണ്ട്, വൈക്കിൻസുണ്ട്, കേരള ചൂടുണ്ട്, KV ഉണ്ട്, മഞ്ഞപ്പടമുണ്ട്, സോഡിയാക്കുണ്ട്. അതേപോലെ തന്നെ ഇതിപ്പം സെക്കൻഡ് സർവറിലുള്ള ഓരോ ഫാമിലിയാണ് ഇവിടെ കിടക്കണം. അതേപോലെ തന്നെ ഫസ്റ്റ് സർവറിലെ ഫാമിലി ആടാവും, സെക്കൻഡ് ആടാവും, തേർഡ് ആടാവും, ഫോർത്ത് ആടാവും. ഇനിയും ഫാമിലി വരാനുണ്ട്. ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും തേർഡ് ആയാലും ഫോർത്ത് ആയാലും ഇനിയും ഫാമിലികൾ ആടാവാനുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ലീഡറിൻ്റെ അടുത്ത് അറിയിക്കുക. ലീഡർ വന്ന് എനിക്കോ ഇതിൻ്റെ മെയിൻ ആൾക്കാരുണ്ട്, ആൾക്കാർക്ക് മെസ്സേജ് അയക്കുക. ഞാൻ ഇങ്ങനൊരു ഫാമിലിയിൽ ലീഡറാണ്, അപ്പോൾ എനിക്ക് അവിടെ ഒരു റോള് തരണം, പൊസിഷൻ തരണം. അതേപോലെ തന്നെ എൻ്റെ കോ ലീഡറിനും പൊസിഷൻ തരണം. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു പ്രത്യേകം കൊടുക്കും. പിന്നെ നമ്മൾ വെരിഫിക്കേഷൻ അപ്രൂവ് ആയാലും നമുക്ക് കാണിച്ചു തരാം ഗൈസ്. വെരിഫിക്കേഷൻ അപ്രൂവ് ആയാലും ഇവിടെ ബാക്കിയുള്ള സർവറിൽ എനിക്ക് കയറത്തില്ല. ഇപ്പോൾ TV VCയിൽ എനിക്ക് ജോയിൻ ആവാൻ പറ്റില്ല, പെർമിഷൻ ഇല്ല, എനിക്ക് റോളില്ല. ആ റോള് അവിടെ ആക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് ബെല്ലാരി VCയിൽ കയറാം, അവിടെ എനിക്ക് റോളുണ്ട്. അങ്ങനെയാണ് നമ്മൾ റോള് വെച്ചിരിക്കുന്നത്. പിന്നെ ഈവൻറ്റ്സ് ആയാലും എൻ്റെ വീഡിയോസ് ആയാലും നിങ്ങളെ ആയാലും അത് അപ്പം എല്ലാവരും അറിയും, എല്ലാ സർവറും അറിയും. ഇപ്പോൾ പെട്ടെന്നൊരു ഇവൻറ്റ്സ് ആയാലും, ഇപ്പോൾ 1 മണിക്കൂറുള്ള ഇവൻറ്റ്സ് ആയാലും എനിക്ക് പെട്ടെന്ന് വീഡിയോ ചെയ്യാതെ തന്നെ ഇതിൻ്റെ അകത്ത് ഇടാം. അതേപോലെ തന്നെ പ്രൊമോ കാർഡായാലും എന്തൊരു കാര്യമായാലും പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് എല്ലാ സർവറും ഞാൻ ഒരു സർവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം എനിക്ക് ഇവിടെ സെക്കൻഡ് സർവറിന് ഒരു മല്ലു VC ഉണ്ട്. എല്ലാവരും ഇതിൻ്റെ സർവറിൻ്റെ അകത്ത് ജോയിൻ ആവാൻ ശ്രമിക്കുക. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.